നല്ല ചൂട് കപ്പയും, നല്ല മത്തി മുളകിട്ടതുമാണ് ട്ടോ ഇന്നുണ്ടാക്കിയത്. അപ്പൊ അത് പറഞ്ഞപ്പോ തന്നെ നിങ്ങളുടെ വായില് വെള്ളം വന്നില്ലേ? അപ്പൊ ദേ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് ഞാനീ കപ്പയും മത്തിയും ഒക്കെ കൂടുതൽ കഴിക്കുന്നത് ഇവിടെ വന്നിട്ടാണ് ട്ടോ. അപ്പൊ അനുചേട്ടനൊക്കെ ആണെങ്കില് കപ്പയും മത്തിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വേണം. അപ്പൊ കോട്ടയംകാരുടെ ഒരു വികാരമാണ് കപ്പയും മത്തിന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഇടയ്ക്കൊക്കെ ഇത്തിരി കപ്പയും മത്തിയും ഇല്ലെങ്കിൽ അവർക്കൊരു സുഖമില്ല ട്ടോ. അപ്പൊ ഇവിടെ വന്നേ പിന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കൂടുതലും കപ്പയും മത്തിയും കഴിച്ചു തുടങ്ങിയത്. കപ്പയും മത്തിയും കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർക്കെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ വേണം. അത് അവരുടെ ഒരു വികാരമാണ്. അപ്പൊ ദേ നമുക്ക് കപ്പയും മത്തിയും ഉണ്ടാക്കാം. പിന്നെ അത് നല്ല ടേസ്റ്റുമാണ് ട്ടോ. കഴിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയത്. അത് അത്രയും നല്ല ടേസ്റ്റാണ്. ആദ്യം തന്നെ ഞാൻ കപ്പ നന്നാക്കിയിട്ട് അത് കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചു. അതിനുശേഷമാണ് പിന്നെ ഞാൻ മീൻ കഴുകി വൃത്തിയാക്കി എടുത്ത് മീൻ കറി വെച്ചത്. അപ്പൊ കപ്പ ഇവിടെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം ട്ടോ. ആ ഉടഞ്ഞ കപ്പയിലേക്ക് മത്തിയുടെ ചാറ് ഒഴിച്ച് കഴിക്കാനാണ് ഇവിടെ ഇഷ്ടം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ട്ടോ.